കബനി റിവർ വാലി പദ്ധതി വായ്പാ പലിശ സഹിതം എഴുതിത്തള്ളി സംസ്ഥാന സർക്കാർ. എഴുതിത്തള്ളിയത് 1.25 കോടിയിലധികം രൂപ. ഗുണം ലഭിക്കുന്നത് 3490 കർഷകർക്ക്. 2004 വരെ വായ്പ ലഭിച്ചവരിൽ ആരും മുതലും പലിശയും തിരിച്ചടിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിർദ്ദേശിച്ചനുസരിച്ച് തൃശൂർ ഡെപ്യൂട്ടി അക്കൗണ്ട് ജനറൽ ഓഫീസ് മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ പരിശോധന നടത്തുകയും സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടുകയുണ്ടായി. ഗുണഭോക്താക്കളിൽ നിന്ന് വായ്പ തിരിച്ചുപിടിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ മണ്ണ് സംരക്ഷണ മണ്ണ് പര്യവേഷണ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകണമെന്നായിരുന്നു സർക്കാരിന്റെ ഇടക്കാല മറുപടി. വൈകാതെ വായ്പ തിരിച്ചുപിടിക്കാൻ മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ ഡയറക്ടർക്ക് സർക്കാർ നിർദ്ദേശവും നൽകി. ഇതേ തുടർന്ന് ഡയറക്ടർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടാണ് വായ്പകൾ പലിശ സഹിതം എഴുതിത്തള്ളുന്നതിന് സഹായകരമായത്. ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ കബനി റിവർ വാലി പദ്ധതിയിൽ വായ്പെടുത്ത കർഷകരുടെ ദൈന്യം വിശദീകരിച്ചിരുന്നു. വായ്പക്കാരിൽ ഭൂരിഭാഗവും ദൈനംദിന ജീവിതത്തിന് പ്രയാസപ്പെടുന്ന ചെറുകിട കർഷകരാണെന്നും വരൾച്ച മൂലമുള്ള കൃഷിനാശവും കാർഷിക പ്രതിസന്ധിയും കണക്കിലെടുത്തുകൊണ്ടാണ് വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതെന്നുമാണ് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തത്. കർഷകരുടെ താൽപ്പര്യവും ക്ഷേമവും കണക്കിലെടുത്ത വായ്പയും പലിശയും എഴുതിത്തള്ളണമെന്നും ഡയറക്ടർ അഭ്യർത്ഥിച്ചു. ഇത് പരിശോധിച്ച് സർക്കാർ പ്രതിക്ഷോഭം മൂലം കർഷകർ ഇപ്പോൾ നേരിടുന്ന ദുരിതവും കണക്കിലെടുത്താണ് കബനി റിവർ വാലി പ്രോജക്റ്റ് വായ്പകൾ പലിശ സഹിതം എഴുതിത്തള്ളിയത്. ബെന്നി മാത്യുവിനൊപ്പം വയനാട് വിഷൻ, കൽപ്പറ്റ. പ്രളയാനന്തര ജില്ലയ്ക്ക് ഏറെ അനുഗ്രഹമായി മാനന്തവാടിയിൽ നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ്. ആരോഗ്യ കേരളം വയനാടിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുമായി ചേർന്നാണ് മാനന്തവാടിയിൽ സൗജന്യ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. 8900 പേർ ക്യാമ്പിൽ ചികിത്സയ്ക്കായി എത്തി. വൈറൽ പനി മുതൽ കിടപ്പ് രോഗികൾ വരെയുള്ള 8900 പേരാണ് മാനന്തവാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിനെത്തിയത്. മുഴുവൻ പേരെയും വിദഗ്ധ ഡോക്ടർമാർ പരിശോധിച്ച് മരുന്ന് നൽകി. എല്ലാ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ഉണ്ടായിരുന്നു. രക്ത ഷുഗർ പരിശോധനകൾ തത്സമയം നടത്തി. രക്തപരിശോധനയ്ക്കായി ക്ലാസ് റൂമിൽ താൽക്കാലിക ലബോറട്ടറി ഒരുക്കി. എക്കോ ECG പരിശോധനകൾക്കും ക്യാമ്പിൽ തന്നെ സൗകര്യമുണ്ടായിരുന്നു. എക്സ്റേയ്ക്കും സ്കാനിങ്ങിനും പ്രത്യേക സംവിധാനം ഒരുക്കി. തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് 1 വർഷത്തേക്ക് സൗജന്യ ചികിത്സയും നൽകും. ജില്ലയിൽ ആദ്യമായാണ് ഇത്തരമൊരു മെഡിക്കൽ ക്യാമ്പ്. ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും ക്യാമ്പ് മികച്ചതായി. വിദഗ്ധ ചികിത്സ ലഭിക്കില്ലെന്ന് കരുതിയിരുന്ന നിർധനരായ ആയിരക്കണക്കിന് രോഗികളുടെ തുടർ ചികിത്സ ഉറപ്പായി. കൊച്ചി IMA ആണ് രോഗികളുടെ 1 വർഷത്തേക്കുള്ള തുടർ ചികിത്സയുടെ കാര്യങ്ങൾ നിർവഹിക്കുക. BPCL സാമ്പത്തിക പിന്തുണ നൽകും. തിരക്ക് നിയന്ത്രിക്കാൻ ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ഉണ്ടായിരുന്നു. മരുന്ന് നൽകാനും വിപുലമായ സംവിധാനം ഒരുക്കി. അവശരായവരെ വീൽചെയറുകളിൽ എത്തിക്കാൻ NCC കേഡറ്റുകൾ മുഴുവൻ സമയവും പ്രവർത്തിച്ചു. അതേസമയം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ക്യാമ്പിൽ രാവിലെ വേണ്ടത്ര സുരക്ഷയൊരുക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞില്ല എന്ന വസ്തുത ജില്ലാ കളക്ടറെ OR കേളു MLA അറിയിച്ചതൊഴിച്ചാൽ ക്യാമ്പ് ഏറെ അനുഗ്രഹമായി. ഇവിടെ മനസ്സിലാക്കുന്നത് ആ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കണമെന്നാണ് പ്രധാനമായും എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പരമാവധി ഈ ക്യാമ്പിന്റെ സേവനം നമുക്ക് ലഭ്യമാക്കാനും ഒക്കെ കഴിയണമെന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട്, ജില്ലാ ആശുപത്രി മാനന്തവാടിയിൽ ഉണ്ടെങ്കിൽ പോലും ഒത്തിരി പരിമിതികളിൽ അത് വീർപ്പുമുട്ടുകയാണ്. ഇപ്പോൾ തന്നെ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. അത് പൂർത്തിയായി വരുന്ന മുറയ്ക്ക് തീർച്ചയായും മെച്ചപ്പെട്ട സേവനം ഇവിടെ ഈ ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും ലഭ്യമാകുന്ന തരത്തിൽ ആ ആശുപത്രി മാറും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. ജില്ലാ ഭരണകൂടത്തിന് ഇപ്പോഴും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതാരാമൻ. നിലവിൽ കോൺഗ്രസിലെ ഗീതാ ബാബുവാണ് കഴിഞ്ഞ 9 മാസമായി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. എന്നാൽ കൊട്ടിഘോഷിച്ച ജില്ലാ ഭരണകൂടം മാനന്തവാടിയിൽ നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച് ഇറക്കിയ പ്രോഗ്രാം നോട്ടീസിൽ 9 മാസം മുൻപ് UDF ധാരണ പ്രകാരം രാജിവെച്ച പ്രീതാരാമന്റെ പേര്. അധ്യക്ഷ പ്രസംഗം നടത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പ്രീതാരാമന്റെ പേര് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി എടുത്തു പറഞ്ഞതും. നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാവട്ടെ ഇതൊന്നും അറിയാതെ അതേ മെഡിക്കൽ ക്യാമ്പിൽ ചികിത്സ തേടിയുള്ള ക്യൂവിൽ ഡോക്ടറെ കാണാൻ നിൽക്കുകയായിരുന്നു. പുൽപ്പള്ളി പാടിച്ചിറ വില്ലേജിൽ ചാമപ്പാറയിൽ റീസർവേ പൂർത്തീകരിച്ചപ്പോൾ 25 കുടുംബങ്ങളുടെ കൈവശ ഭൂമി റോഡായി രേഖപ്പെടുത്തി. ഐശ്വര്യകവല നിവാസികൾ നികുതി അടച്ചു കൈവശം വെച്ചിരുന്ന സ്ഥലമാണ് റോഡിലായത്. ഇവരുടെ നികുതി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്.
റോഡിലായ സ്ഥലത്ത് വീടുള്ളവരും ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കാൻ ഒരുങ്ങുന്നവരുമുണ്ട്. പുൽപ്പള്ളി പാടിച്ചിറ വില്ലേജിൽ ചാമ്പാറ ഭാഗത്ത് റീസർവേ പൂർത്തീകരിച്ചപ്പോൾ 25 കുടുംബങ്ങളുടെ കൈവശ ഭൂമി റോഡിലായി. ഐശ്വര്യക്കാല നിവാസികൾ നികുതി അടച്ച് കൈവശം വച്ചിരുന്ന സ്ഥലമാണ് ഇപ്പോൾ റോഡിലായത്. ഇവരുടെ നികുതി സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. റോഡിലായ സ്ഥലത്ത് വീടുള്ളവരും ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കാൻ ഒരുങ്ങുന്നവരുമുണ്ട്. നിലവിലുള്ള ചാമ്പാറ കൊളവള്ളി റോഡിന് സമാന്തരമായി കൈവശ ഭൂമിയിലൂടെ മറ്റൊരു റോഡ് കൂടി റീസർവേ പ്രകാരം വരുന്നുണ്ട്. 20 സെന്റ് സ്ഥലത്തിൽ 13 സെന്റ് റോഡിൽപ്പെട്ടതിനാൽ ബാക്കിയുള്ള ഭൂമിക്കാണ് ഇപ്പോൾ നികുതി സ്വീകരിക്കുന്നത്. തളർവാദം പിടിച്ച് പുറത്തിറങ്ങാനാവാതെ രോഗിയുടെ വീട് ഉൾപ്പെടെയുള്ള സ്ഥലം റീസർവേ പ്രകാരം റോഡിലാണ്. റീസർവേ വഴിയാധാരമാക്കിയവരുടെ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കഴിഞ്ഞ വർഷം ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകിയിരുന്നു. സ്ഥലത്തിന് നടുവിലൂടെ സാങ്കല്പിക റോഡുള്ളതിനാൽ പലരുടെയും ഭൂമി 2 ഭാഗത്തായി. റീസർവേ റോഡിന് 24 മീറ്റർ വരെയാണ് വീതി. ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് നാട്ടുകാർ ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് അംഗം ബിന്ദു ബിജു അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം വർഗീസ് മുരിയങ്കാവിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിനു കൊച്ചിറയിൽ, KV ബേബി, ജോബി പാലാനത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. വില്ലേജ് ഓഫീസ് ഉപരോധമടക്കമുള്ള സമരങ്ങൾ നടത്താനും നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. ഐശ്വര്യകവല പ്രദേശത്ത് ഏതാണ്ട് 22 കുടുംബങ്ങൾ വർഷങ്ങളോളായി താമസിച്ചു വന്ന ഭൂമി ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ തീരദേശ റോഡ് റെക്കോർഡിൽപ്പെട്ടിരിക്കുന്നൊരു ആശങ്ക ഇവിടെ നിലനിൽക്കുകയാണ്. അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാനും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇവിടെ എത്തിയത്. തീർച്ചയായിട്ടും ഈ വിഷയം സാധാരണക്കാരുടെ വിഷയമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കൂടിച്ചർച്ച നടത്തി ഈ വിഷയം നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ച് ഈ പാവങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. വയനാട് വിഷൻ പുൽപ്പള്ളി. പുൽപ്പള്ളി SNDP കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ്-സോൺ കലോത്സവത്തിന്റെ സ്റ്റേജിന മത്സരങ്ങളുടെ ഉദ്ഘാടനം CK ശശീന്ദ്രൻ MLA നിർവഹിച്ചു. യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള 21 കോളേജുകളിൽ നിന്നായി 1000-ഓളം കലാലയ പ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മുഹമ്മദ് അഷ്കർ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്രതാരം ആകാശ്, യൂണിവേഴ്സിറ്റി ചെയർമാൻ ഷാബിർ തുടങ്ങിയവർ സംസാരിച്ചു. മത്സരങ്ങൾ ഇന്നും നാളെയുമായി നടക്കും. നവോത്ഥാന മൂല്യങ്ങളാകെ വേട്ടയാടപ്പെടുകയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈക്വാലിറ്റി എന്ന മുദ്രാവാക്യം ലോകത്തിൽ ആദ്യമായി ഉയർത്തപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിലാണ്. വോൾട്ടയർ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരാണെന്നും ലോകം നാടുവാഴിത്തത്തിൽ നിന്നും മുതലാളിത്തത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ കാലഘട്ടത്തിൽ ഉയർത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിരുന്നു, സന്ദേശങ്ങളിലൊന്നായിരുന്നു ഈക്വാലിറ്റി എന്നുള്ളത്, സമത്വം എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. നമ്മൾ പറഞ്ഞു തന്നേക്കാത്ത സമത്വത്തെക്കുറിച്ച് നല്ലപോലെ പറയുന്നുണ്ട്. സ്ത്രീയും പുരുഷനും തുല്യരാണ്. സാമൂഹ്യ പദവിയിൽ സ്ത്രീ കുറച്ച് താഴെയും പുരുഷൻ കുറച്ച് മേലെയും എന്ന നിലപാടല്ല നമ്മുടെ നാട് സ്വീകരിക്കുന്നത്. അങ്ങനെയെല്ലാം സ്വീകരിക്കാനുള്ള മനസ്സ് കാണിച്ചതുകൊണ്ടാണ് ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നത്. അതാരും വെറുതെ നമുക്ക് ചാർത്തി തന്നതൊന്നുമല്ല. കേരളത്തിലെ മലയാളികൾ. തോട്ടം തൊഴിലാളികളുടെ ശമ്പള വർധന പ്രശ്നത്തിൽ തീരുമാനം അനിശ്ചിതമായി നീളുന്നു. ജനുവരി 16 നിശ്ചയിച്ചിരുന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം വീണ്ടും നീട്ടിവച്ചിരിക്കുകയാണ്. ഉടൻ തീരുമാനമുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് യൂണിയനുകളും തൊഴിലാളികളും. തോട്ടം തൊഴിലാളികളുടെ കൂലി വർധന വിഷയം ഒരു സമവായത്തിലെത്തിക്കാൻ ഇനിയും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. 600 രൂപ മിനിമം കൂലി വേണമെന്ന് സംഘടനകൾ ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് 1 വർഷം പിന്നിടുകയാണ്. 301 രൂപ മിനിമം കൂലിയും ക്ഷാമബത്തയും ചേർത്ത് 332 രൂപയാണ് ഇപ്പോൾ തോട്ടം തൊഴിലാളികളുടെ ദിവസവേതനം. 30 രൂപ വർദ്ധിപ്പിക്കാമെന്ന നിലപാടിൽ തോട്ടമുടമകൾ എത്തിയെങ്കിലും അത് അംഗീകരിക്കാൻ യൂണിയനുകൾക്ക് നിവൃത്തിയില്ലാത്ത സ്ഥിതിയാണ്. ജനുവരി 10 ചേരാൻ നിശ്ചയിച്ച PLC യോഗം 16 മാറ്റിയിരുന്നു. എന്നാൽ ജനുവരി 16 ചേരാൻ കഴിഞ്ഞില്ല. ജനുവരി 23 തോട്ട ഉടമകളുമായി സർക്കാർ വീണ്ടും ചർച്ച നടത്തുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കൂലി വർധന വിഷയം തീരുമാനത്തിലെത്തിക്കാതെ നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാരിനുമാവില്ല. തീരുമാനമായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ചർച്ചയാകാനിടയുണ്ട്. തോട്ടമുടമകൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടും തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരും. 600 രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മാന്യമായ ഒരു ഒത്തുതീർപ്പിന് യൂണിയനുകൾ തയ്യാറാകുമെന്നാണ് സൂചന. ഈ മാസം അവസാനത്തോടെ പ്രശ്നത്തിന് തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യൂണിയനുകൾ. കേരളത്തിലെ തോട്ടം തൊഴിലാളികളുടെ ശമ്പള വർധനവ് സംബന്ധിച്ച ചർച്ച പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയിൽ പുരോഗമിക്കുകയാണ്. മുൻകാലങ്ങളിലൊക്കെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചിരുന്ന മാനേജ്മെൻറ്റുകളെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിനും
ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമാക്കുന്നതിനും അതുപോലെ തന്നെ മാന്യമായ ഒരു വേതന വർധനവിനും വേണ്ടിയുള്ള നിലപാടുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 30 രൂപയുടെ വർധനവ് കഴിഞ്ഞ യോഗത്തിൽ മാനേജ്മെൻറ്റ് പറഞ്ഞെങ്കിലും ട്രേഡ് യൂണിയൻ പ്രതിനിധികളും ഗവൺമെൻറ്റും ആ മാനേജ്മെൻറ്റ് നിർദ്ദേശം അംഗീകരിക്കുന്നുണ്ടായിട്ടില്ല. കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വേതന വർധനവ് ഈ രംഗത്തെ തൊഴിലാളികൾക്ക് ഇന്നത്തെ ജീവിത സാഹചര്യത്തെ ചെലവുകൾ നിറവേറ്റാൻ ആവശ്യമാണ് എന്നുള്ള പക്ഷത്താണ് ഗവൺമെൻറ് നിൽക്കുന്നത്, ട്രേഡ് യൂണിയൻസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 600 രൂപ വേതനം വേണം എന്ന് പറയുന്ന നിലപാട് നമ്മൾ ഡിമാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ നിന്ന് കുറച്ചുകൂടി താഴ്ന്നുകൊണ്ട് ഒരു മാന്യമായ സെറ്റിൽമെന്റിലേക്ക് വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ളത്. സമവായത്തിലെത്തിയില്ലെങ്കിൽ കൂലി വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടി വരും. അതിനെതിരെ ഉടമകൾ കോടതിയെ സമീപിച്ചാൽ പ്രശ്നം പിന്നെയും നീണ്ടുപോകുമെന്ന അപകടവും മുന്നിലുണ്ട്. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. വടക്കനാട് പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. വടക്കനാട് കൊമ്പനെ കൂടാതെ മറ്റു കാട്ടാനകളും കർഷകരുടെ കൃഷിയിടങ്ങളിലിറങ്ങി കാർഷിക വിളകൾ നശിപ്പിക്കുകയാണ്. അതേസമയം വടക്കനാട് കൊമ്പനെ പിടികൂടാൻ ഉത്തരവുണ്ടായിട്ടും പിടികൂടാത്തതിൽ വനംവകുപ്പിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ഒരിടവേളയ്ക്ക് ശേഷം വടക്കനാട് കൊമ്പൻ വീണ്ടും കർഷകരുടെ കൃഷിയിടങ്ങളിലിറങ്ങി കാർഷിക വിളകൾ നശിപ്പിക്കുന്നതോടൊപ്പം മറ്റ് കാട്ടാനകളും കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് പതിവാവുകയാണ്. ഇതോടെ പ്രദേശത്തെ കർഷകരിൽ ഭീതി ഒഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം വടക്കനാട് ജയമണിയുടെ കൃഷിയിടത്തിലെ തെങ്ങും വാഴകളും കാട്ടാന നശിപ്പിച്ചു. വടക്കനാട് കൊമ്പൻ ഇറങ്ങാത്ത ദിവസങ്ങളിൽ മറ്റ് കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങുന്നതും വടക്കനാട് കൊമ്പനെ ഇതുവരെ പിടികൂടാത്തതും പ്രദേശവാസികളിൽ വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. എത്രയും പെട്ടെന്ന് കൊമ്പനെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആന നിരന്തരം ശല്യത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങളായിട്ട് എൻ്റെ പറമ്പിൽ വന്നിട്ടുണ്ട്. എൻ്റെ റിലേറ്റീവിൻ്റെ പറമ്പിൽ 3-4 ദിവസങ്ങളായിട്ട് ആന കയറിറങ്ങുന്നുണ്ട്. ഒരുപാട് തെങ്ങുകളും ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട്. പണയം എന്ന പ്രദേശത്തിൽ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നുണ്ട്. ഇതിനെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കുങ്കിയാനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് കുങ്കിയാനെന്ന് ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്. കാരണം അതിൻ്റെ അടുത്ത് പാപ്പാനോ കാര്യങ്ങളെല്ലാം വന്ന ദിവസം പാപ്പാന്മാരെ കണ്ടു. പിന്നെ അത് 2 പയ്യന്മാരാണ് നിൽക്കുന്നതായിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് പിടിക്കുകയോ പിടിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതേസമയം ഈ മാസം 30-ന് മുമ്പ് വടക്കനാട് കൊമ്പനെ പിടികൂടുമെന്നായിരുന്നു വനം വകുപ്പ് നൽകിയ ഉറപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് മുത്തങ്ങയിലുള്ള കോന്നിയൂർ സുരേന്ദ്രൻ എന്ന കുങ്കിയാനയെ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് കാട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ടെങ്കിലും ആനയെ പിടിക്കാനുള്ള നടപടികളൊന്നും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെന്നും ഒരു പാപ്പാൻ പോലുമില്ലാതെ ആനയെ കൊണ്ടുവന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വടക്കനാട് കൊമ്പനെ പിടിക്കാന്ന് പറയാന്നല്ലാതെ വടക്കനാട് കൊമ്പനെ പിടിക്കലില്ല. ഇവിടെ കാഴ്ച വസ്തുവായിട്ട് ഒരു കുങ്കിയാനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്. ആ കുങ്കിയാനെ പിടിക്കാൻ വേറെ ആന വരേണ്ട ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ പോയാൽ കാണാം ആനേൻ്റെ സ്ഥിതി എന്താണെന്ന് ആരെയും അടുപ്പിക്കില്ലാത്തൊരു സ്ഥിതിയാണ് ഞങ്ങൾ പോകുമ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ വടക്കനാട് കൊമ്പൻ്റെ പേരിൽ മറ്റാനകൾ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തുരത്താൻ കഴിയുന്നില്ല. വടക്കനാട് കൊമ്പനാണോ വേറെ ഏതെങ്കിലും കൊമ്പനാണോ എന്നറിയില്ല. ഈ വടക്കനാട് കൊമ്പൻ വരുന്ന സമയങ്ങളിലെല്ലാം പോർഷകാരെ വിളിക്കുമ്പോൾ വരുന്നുണ്ട്, അവരതിനെ തുരത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മറ്റേ ആനകൾ വരുമ്പോൾ അവരറിയുന്നില്ല, വിളിച്ചാൽ അവർക്ക് വരാനും കഴിയുന്നില്ല, അവർ ആനേൻ്റെ പുറകെ പോകുകയാണെന്നാണ് പറയുന്നത്. ഈ അടുത്ത ദിവസം തന്നെ പുളിയാടിയിൽ ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവേണ്ടത് ഏതോ ദൈവഗുരുത്വത്താൽ കഴിച്ചലായി പോയതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആന ഒരു തെങ്ങ് മറിച്ച് ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിലിട്ടിട്ട് ഇലക്ട്രിക് കമ്പി വീണു. അടുത്ത വീട്ടുകാരെ ഓടിച്ചാടി വന്നു. പക്ഷേ എന്തോ ഭാഗ്യവശാൽ ആ കമ്പി അത്യാവശ്യമായി പെട്ടെന്ന് കാണാൻ കഴിഞ്ഞതുകൊണ്ട് അതിൽ തട്ടാനോ ഷോക്കേൽക്കാനോ ഇടയായില്ല. ഇതിപ്പോൾ വീണ്ടും ആവർത്തിക്കുന്ന സ്ഥിതിയാണ്. അടുത്ത ദിവസം തന്നെ മുതുമലയിൽ നിന്ന് കുങ്കിയാനകളെ കൊണ്ടുവരാനാകുന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പ്. ജയരാജ്, വയനാട് വിഷൻ, ബത്തേരി. കേരള വിഷൻ ഹോട്ട്സ്പോട്ടിന്റെയും കേരള വിഷൻ ആയുർ രക്ഷാ സമഗ്ര മെഡിക്ലെയിം ഇൻഷുറൻസ് പദ്ധതിയുടെയും ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ഇടുക്കി അടിമാലിയിൽ നടക്കുന്ന COA സംസ്ഥാന കൺവെൻഷന്റെ സമാപന ദിനത്തിലാണ് പരിപാടി നടന്നത്. വൻകിട ബ്രോഡ്ബാൻഡ് കമ്പനികളോട് കിടപിടിക്കുന്ന രീതിയിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എത്തിയതിന്റെ തെളിവാണ് സംസ്ഥാനത്തെ മുഴുവൻ പ്രദേശങ്ങളിലും കേരള വിഷന്റെ ഹോട്ട്സ്പോട്ട് ബ്രോഡ്ബാൻഡ് സൗകര്യമെത്തുന്നതെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. COA സംസ്ഥാന പ്രസിഡന്റ് M. വിജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. K. ഗോവിന്ദൻ, പ്രവീൺ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസത്തെ സംസ്ഥാന കൺവെൻഷൻ ഇന്ന് സമാപിച്ചു. പ്രാദേശിക അടിസ്ഥാനത്തിൽ കേബിൾ TV ഓപ്പറേഷൻ നടന്നു വന്നിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ടെലിവിഷൻ യുഗത്തിലേക്ക് നമ്മൾ കടന്നത് ഇന്ത്യയിലുണ്ടായ ഒരു സാങ്കേതിക വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ്. 18ാം നൂറ്റാണ്ടിൽ നടന്ന വ്യാവസായിക വിപ്ലവം നമുക്ക് നഷ്ടപ്പെട്ട ഒരു രാജ്യമാണ്. കാരണം അന്ന് നമ്മൾ അടിമത്വത്തിലായിരുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല.
എന്നാൽ 21ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ടെക്നോളജിക്കൽ റെവല്യൂഷൻ, സാങ്കേതിക വിപ്ലവം, ആ സാങ്കേതിക വിപ്ലവത്തിന്റെ പൂർണ്ണമായ ഫലം നമ്മുടെ ജനതയ്ക്ക്, നമ്മുടെ രാജ്യത്തിന്, ജനങ്ങൾക്ക് കിട്ടാൻ കഴിയത്തക്ക നിലയിൽ നമ്മുടെ രാജ്യത്തെ സജ്ജീകരിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പ്രവർത്തകർ തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് വീടുകളിലെത്തുമ്പോൾ വാഗ്ദാനം ചെയ്ത 15 ലക്ഷം രൂപ എവിടെയെന്ന് ചോദിക്കാൻ പൊതുജനം തയ്യാറാകണമെന്ന് കേരള ആർട്ടിസൻ യൂണിയൻ CITU സംസ്ഥാന സെക്രട്ടറി N. മുഹമ്മദ്. കേരള ആർട്ടിസൻ യൂണിയൻ മാനന്തവാടി ഏരിയ കൺവെൻഷൻ നഗരസഭ കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. N. ജയരാജൻ അധ്യക്ഷത വഹിച്ചു. KM അബ്ദുൾ ആസിഫ്, KT വിനു, ശകുന്തള രവീന്ദ്രൻ, A. ജോണി, ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പിയുടെ പ്രവർത്തകന്മാർ നിങ്ങളുടെ അടുത്തേക്ക് വരും. അന്നേരം നിങ്ങൾ ചോദിക്കണം, ഞങ്ങൾക്ക് പണ്ട് വാഗ്ദാനം ചെയ്യുന്നുള്ള ഒരു 15 ലക്ഷം രൂപയുണ്ടല്ലോ, ആ 15 ലക്ഷം രൂപ എവിടെയാണെന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ രാജ്യത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് നേടിയെടുത്ത് പിന്നീട് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ജനങ്ങളെ മറക്കുന്ന ആ നയത്തിനെതിരായുള്ള ഒരു ചോദ്യചിഹ്നമാവാൻ വേണ്ടിയാണ്. മാനന്തവാടി നഗരസഭയിലെ ഇടത് ജനദ്രോഹ ദുർഭരണത്തിനെതിരെ UDF മാനന്തവാടി നഗരസഭാ കമ്മിറ്റി നടത്തിയ പ്രക്ഷോഭയാത്ര സമാപിച്ചു. 3 ദിവസമായി നടത്തിവന്ന പ്രക്ഷോഭയാത്ര വൈകുന്നേരം ഗാന്ധി പാർക്കിൽ അഡ്വക്കേറ്റ് പടയൻ റഷീദിന്റെ അധ്യക്ഷതയിൽ AICC മെമ്പർ PK ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി MG ബിജു മുഖ്യപ്രഭാഷണം നടത്തി. ജേക്കബ് സെബാസ്റ്റ്യൻ, NK വർഗീസ്, PV ജോർജ്, കടവത്ത് മുഹമ്മദ്, എക്കണ്ടി മൊയ്തുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കുമെന്നുള്ള വാഗ്ദാനങ്ങൾ നൽകി. 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ 3 സംസ്ഥാനങ്ങളിലെയും കർഷകരുടെ 2 ലക്ഷം രൂപ വരെയുള്ള കടങ്ങൾ. തരുവണ ഗവൺമെന്റ് UP സ്കൂളിന്റെ 111ാം വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കഴിഞ്ഞ 7 വർഷമായി പ്രധാനാധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്ന KM പുഷ്പജ, സഹാധ്യാപകൻ KT ജോയ് എന്നിവർക്കാണ് ചടങ്ങിൽ വെച്ച് യാത്രയയപ്പ് നൽകിയത്. MLA OR കേളു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KCK നജിമുദ്ദീൻ അധ്യക്ഷനായിരുന്നു. വാനരശല്യത്തിൽ പൊറുതിമുട്ടി പഴയ വൈത്തിരി മുള്ളൻപാറ നിവാസികൾ. അടച്ചിട്ട വീടിനുള്ളിൽ കയറുന്ന വാനരമാർ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നശിപ്പിക്കുകയാണ്. വാനരശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പൊതുവെ വൈത്തിരി പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. കാട്ടാനയുടെയും കുരങ്ങുകളുടെയും ശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ ഭാഗങ്ങളിൽ. കഴിഞ്ഞ ദിവസം പഴയ വൈത്തിരി മുള്ളൻപാറയിലെ സുരേഷ്, വിനോദ്, കരീം, ഫസൽ തങ്ങൾ, സിറാജ് തങ്ങൾ എന്നിവരുടെ വീടുകളിൽ കയറിയ കുരങ്ങുകൾ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ പൂർണ്ണമായി നശിപ്പിച്ചു. തികച്ചും സാധാരണക്കാരാണ് ഇവിടുത്തെ താമസക്കാർ. അടച്ചുറപ്പില്ലാത്ത വീടുകളാണ് ഭൂരിഭാഗം പേർക്കുമുള്ളത്. രാവിലെ വീട് പൂട്ടി ജോലിക്കും മറ്റും പോയി തിരിച്ചു വരുമ്പോഴേക്കും കുരങ്ങുകൾ എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ടുണ്ടാകും. വീടിൻ്റെ മേൽക്കൂര പൊളിച്ചാണ് പല കുരങ്ങുകളും അകത്തു കടക്കുന്നത്. വാനന്മാരെ കൂടാതെ പന്നിയും ആനയും വൻതോതിൽ കൃഷി നശിപ്പിക്കുന്നതും സ്ഥിരം സംഭവമാണ്. കുരങ്ങ് ശല്യം കൊണ്ട് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വർഷമായിട്ടും കുരങ്ങ് ഭയങ്കര ശല്യം. പച്ചക്കറി ഉണ്ടാക്കിയാലും എന്ത് കൃഷികൾ ഉണ്ടാക്കിയാലും എല്ലാം കുരങ്ങ് നശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പന്നി ഇറങ്ങി അതെല്ലാം കൃഷികൾ നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രളയത്തിൽ എൻ്റെ വീട് തകർന്നിട്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഷെഡ് ഉണ്ടാക്കി. അപ്പോൾ അതിൽ കയറിയിട്ടാണ് ഈ ഭക്ഷണങ്ങളും അരി സാധനങ്ങൾ പൊടിവർഗ്ഗങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുന്നൊരു ഇതാണ്. ഇപ്പോൾ ഇന്നലെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ എല്ലാ സാധനങ്ങളും ഭക്ഷണം വരെ ഇല്ലാണ്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങി കഴിക്കേണ്ട മക്കൾക്ക് സ്കൂളിൽ വന്നപ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എത്രയും പെട്ടെന്ന് വനംവകുപ്പ് അധികൃതർ ഇടപെട്ട് വന്യമൃഗശല്യത്തിന് കുരങ്ങ് ശല്യത്തിനും പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പ്രണവ്, വയനാട് വിഷൻ, വൈത്തിരി. ലോകബാങ്കിന്റെ സഹായത്തോടെ മുളൻകൊല്ലി പഞ്ചായത്തിലെ പാളക്കൊല്ലിയിൽ 15 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം IC ബാലകൃഷ്ണൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വർഗീസ് മുരിയങ്കാവിൽ, മേഴ്സി ബെന്നി, ഷെൽജൻ ചാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ പട്ടികവർഗ കോളനികളുള്ള ഈ പ്രദേശത്ത് ആ കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനും വൃദ്ധരായ അമ്മമാർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പോഷകാഹാരങ്ങൾ നൽകിക്കൊണ്ട് കൗമാരപ്രായമായ കുട്ടികളെ
മുൻധാര പ്രവർത്തനങ്ങളിലേക്ക് ആരോഗ്യപരമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയൊക്കെ ഇന്ന് ഏറ്റവും വലിയ അനുഗ്രഹമായി തീർന്നു എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ച് അതാണ് ഒരു ഗ്രാമത്തിന്റെ വികസനം. വയനാട് പീപ്പിൾ ഫോറം, മംഗലാപുരം ജസ്റ്റിസ് KS ഹെഡ് കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, വയനാട് പ്രസ് അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൽപ്പറ്റ പ്രസ് അക്കാദമി ഹാളിൽ സൗജന്യ മുച്ചിറി മുഖവൈകല്യ നിവാരണ ക്യാമ്പ് നടത്തി. വികാസ് പീഡിയ സ്റ്റേറ്റ് കോർഡിനേറ്റർ CV ഷിബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. വയനാട് പീപ്പിൾസ് ഫോറം പ്രസിഡന്റ് ബെസി പാറക്കൽ അധ്യക്ഷത വഹിച്ചു. ജിൻസ് ഫാന്റസി, വിൽഫ്രഡ് ജോസ്, ജിൻസ് തോട്ടുങ്കര തുടങ്ങിയവർ സംസാരിച്ചു. മംഗലാപുരം ജസ്റ്റിസ് KS ഹെഡ് കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരള സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉമേഷ് പോച്ചപ്പൻ, ഡോക്ടർ അക്ഷത, ഡോക്ടർ മാളവിക എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഏകദേശം 360ഓളം ക്യാമ്പ് കഴിഞ്ഞ് കേരളത്തിൽ ഏകദേശം 10-12,000 പേർക്ക് നമ്മൾ ഇതിൽ ചെയ്തു കൊടുത്തു. വയനാട്ടിൽ തന്നെ ഒരു 10-17 ക്യാമ്പ് കഴിഞ്ഞിരുന്നു. ഏകദേശം 350 പേർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു. ഇത്തരം അസുഖമുള്ളവർ ഉണ്ടെങ്കിൽ ഇതിനെ ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായം എത്തിച്ചേരുന്നതാണ്. പുൽപ്പള്ളി മരക്കടവിലെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവയെ കൂടുവെച്ച് പിടികൂടാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് IC ബാലകൃഷ്ണൻ MLA. ഇതിനായി CCF ഉൾപ്പെടെയുള്ളവരോട് ആവശ്യപ്പെട്ടതായും MLA പറഞ്ഞു. കടുവശല്യം രൂക്ഷമായ പ്രദേശം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി വനംവകുപ്പിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്നും MLA പറഞ്ഞു. മൂപ്പേനാട് പുൽക്കുന്ന് പണിയ കോളനി സാംസ്കാരിക നിലയത്തിൽ പട്ടികവർഗ വായനശാല ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹർബാൻ സെയ്ദലവി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം രാജേഷിന് പുസ്തകം കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. മേപ്പാടി സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് മുൻകൈയെടുത്താണ് പുസ്തകങ്ങൾ എത്തിച്ചത്. പുൽക്കുന്ന് സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ നിർമ്മല, ജോൺ മാസ്റ്റർ, സതീദേവി, പ്രഭിത തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ലോക് താന്ത്രിക് ജനതാദൾ മേപ്പാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനങ്ങളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തി. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ബാലകൃഷ്ണൻ മാനിവയൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനുവരി 31 നടക്കുന്ന രാജ്ഭവൻ കർഷക മാർച്ചും 10 ലക്ഷം കർഷകർ ഒപ്പിട്ട ഹർജി ഗവർണർക്ക് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഒപ്പുശേഖരണം നടത്തുന്നത്. P. കോമു അധ്യക്ഷത വഹിച്ചു. അജ്മൽ, ഷംസുദ്ദീൻ അരപ്പറ്റ തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ ആയുഷ് മിഷൻ കേരള സർക്കാരിന്റെ ഭാരതീയ ചികിത്സാ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ആയുഷ് ഗ്രാമം പദ്ധതിയിൽ ജില്ലയിൽ മാനന്തവാടി ബ്ലോക്കിനെ തിരഞ്ഞെടുത്തതിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം 22-ന് എടവക ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭാരതത്തിന്റെ തനതായ ചികിത്സാശാസ്ത്രമായ ആയുർവേദത്തിന്റെയും യോഗ, പ്രകൃതി ചികിത്സ, സിദ്ധ, ഹോമിയോപ്പതി, യുനാനി എന്നീ ചികിത്സാ സമ്പ്രദായങ്ങളുടെയും പ്രയോജനം സമൂഹത്തിന് ലഭ്യമാക്കുകയും അവയുടെ ശേഷിയും സാധ്യതകളും പ്രചരിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ഉദ്ദേശം. പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ബാബു നിർവഹിക്കും. നമ്മളെ ആയുഷ് ഗ്രാം പദ്ധതിയുടെ ഉദ്ഘാടനം എടവക ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നത് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിനെ രോഗവിമുക്ത പഞ്ചായത്താക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി. ഭാരതീയ ചികിത്സാ രീതിയുടെ ആയ ആയുർവേദത്തിൻ്റെ പദ്ധതിയെ കൂടി ചേർത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വയനാട് ജില്ലയിലെ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിന് മാത്രമുള്ള ഈ പദ്ധതിക്ക് ഗവൺമെൻറ് 10 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്.